എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? അങ്ങയുടെ ചോദ്യത്തിന് മറുപടിയായി അങ്ങ് ചോദിച്ചത് ആകാശമാർഗം പറക്കാൻ ഉപയോഗിക്കുന്ന ഹെലികോപ്റ്ററിനെ സംബന്ധിച്ചാണെങ്കിലും അദ്ദേഹം പറഞ്ഞത് തീൻമേശയിലെ ആവോലിയെ കുറിച്ചാണ്. ആവോലിയെ കുറിച്ചുള്ള ചോദ്യം വന്നാൽ ആവാമെന്ന് പറയുമ്പോൾ അദ്ദേഹം നേരെ ചൂരയിലേക്ക് കടന്നു. ഇത്രയും കാലമായിട്ട് ഈ നീർക്കൊലിക്ക് ഒരു ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടായി. ഹെലികോപ്റ്ററിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ആവോലിയെ കുറിച്ച് പറയുകയും ആവോലിയെ കുറിച്ച് ചോദ്യം കേൾക്കുമ്പോൾ ചൂര എന്ന് പറയുകയും ചെയ്യുന്ന നിലവാരത്തിലേക്ക് എങ്ങനെ കേരളത്തിൽ, അദ്ദേഹത്തെ വ്യക്തിപരമായിട്ടല്ലോ രാഷ്ട്രീയമായ മറുപടിയാണല്ലോ നമ്മൾ കേട്ടത്, എങ്ങനെ കേരളത്തിലെ കോൺഗ്രസുകാർ മാറി? വന്ന വഴി ഏതാണ്ട് തനിക്ക് നിശ്ചയമുണ്ടോ ഉത്തമ? മാറാൻ കാരണം ഒരൊറ്റയാളാണ്. എന്തുകൊണ്ടാണ്? ആ ആൾ നിർഭാഗ്യവശാൽ നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. പ്രതിവാര നുണപറയൽ പരിപാടിയായി അദ്ദേഹത്തിന്റെ ഓരോ തവണത്തെയും വാർത്താ സമ്മേളനങ്ങൾ രക്ഷപ്പെടാത്തത് എന്തുകൊണ്ട് എന്ന് എനിക്ക് ഇപ്പൊ മനസ്സിലായി. എന്ത് ഉത്തരവാദിത്വം ഇദ്ദേഹം നിർവഹിച്ചു എന്നാണ് പറയുന്നത്. എന്നിട്ട് പറയുന്നു അന്ന് പോയത് ഇൻവെസ്റ്ററെ കാണാനാണ്. ഇന്ന് പറയുന്നത് എന്താണ്? ഇന്ന് പോയത് കൊച്ചിയിൽ പോയത് കൊണ്ട് ഒരു ഇൻവെസ്റ്ററെ കണ്ടുവന്നാക്കി മാറ്റി. ദൈവം ഓരോ കാര്യത്തിനും ഓരോരുത്തരെ സൃഷ്ടിച്ചു വിട്ടിട്ടുണ്ട്. അതിനൊരു ഉദാഹരണമാണ് നീ. 3 മാസം അധികാരം ഏറ്റെടുത്ത് തികയുന്നതിന് മുമ്പ് 3 മാസത്തിനുള്ളിൽ 300 കള്ളങ്ങൾ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിലെ നേതാവ് എന്ന് പറയുന്നത് നിർഭാഗ്യവശാൽ എന്റെയും ആങ്കറുടെയും ചർച്ചയിൽ പങ്കെടുക്കുന്നവരുടെയും മുഖ്യമന്ത്രിയാണ്, കോൺഗ്രസിന്റെ നേതാവാണ്. ഇപ്പൊ ഡൽഹിയിൽ ഒരു സമരം കഴിഞ്ഞതല്ലേ ഉള്ളൂ. ആ സമരത്തിലൂടെ ഉയർത്തപ്പെട്ട മുദ്രാവാക്യം എന്താണ്? എഡ്യൂക്കേഷൻ മിനിസ്റ്റർ രാജി മാത്രമല്ല, അല്ലെങ്കിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്നതിന്റെ വിശ്വാസ്യതയെ സംബന്ധിച്ച് മാത്രമല്ല, ആ സമരം ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം അക്കൗണ്ടബിലിറ്റി ഉണ്ടാകണം. എന്താണ് മേജർ സാർ, ഞാൻ ജീവിച്ചു പോയിക്കോട്ടെ, ആവൽ തന്നെ വന്നിരുന്ന ഓരോ ഉപദേശങ്ങൾ. പ്രധാനമന്ത്രി അക്കൗണ്ടബിൾ ആവണം, മന്ത്രിസഭാംഗങ്ങൾ അക്കൗണ്ടബിൾ ആവണം, നമ്മുടെ നാട്ടിലെ ബ്യൂറോക്രസിയും അതോടൊപ്പം സർക്കാർ സംവിധാനങ്ങളും അക്കൗണ്ടബിൾ ആകണം. ഇപ്പൊ കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണ്? നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി ഇവനിതിൽ എന്തോ കൈയുണ്ട്. എന്നിട്ട് എഫിഷ്യൻസിയെ സംബന്ധിച്ച്, ട്രാൻസ്പെറൻസിയെ സംബന്ധിച്ച് ഒക്കെ, അക്കൗണ്ടബിലിറ്റിയെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ ഇതിന്റെ ഒന്നും മേടയിലെത്തിയ സംഘത്തെ കാണാൻ കഴിയുന്നില്ല. കെട്ടവന്മാരെ കൊണ്ട് ഒരു ഇരിക്കപ്പുറതയില്ല. ദേശാഭിമാനി ഹോട്ട് ഡോഗ് എന്നുള്ളത് ചൂടുപട്ടി എന്ന് വിവർത്തനം ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഇതൊന്നുമല്ല ചർച്ച ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ പറയട്ടെ. വിവർത്തനത്തിൽ ദേശാഭിമാനിക്ക് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് ഏറ്റു പറഞ്ഞിട്ടുണ്ട്, അത് തിരുത്തേണ്ടതാണ്. കുറ്റസമ്മതം നടത്തി അല്ലേ? പക്ഷേ അങ്ങേക്കറിയാമോ, നമ്മുടെ നാട്ടിൽ 2015 കേരളത്തിലെ ഇന്ത്യയിലെ ഒരൊറ്റ മാധ്യമ സ്ഥാപനമേ ഉള്ളൂ അശ്ലീല ചിത്രം പ്രദർശിപ്പിച്ചു എന്നതിന്റെ പേരിൽ നിരോധനം നേരിടേണ്ട വന്നു. ഒരു ദിവസം അത്രയും സംപ്രേഷണം നിർത്തേണ്ട വന്നു. രാത്രി മനുഷ്യനെ കിടന്ന് ഉറങ്ങാനും സമ്മതിക്കും. അതേതാ ആ മാധ്യമ സ്ഥാപനം? കോൺഗ്രസ് പ്രതിനിധിക്ക് അറിയാമോ? 2015 ഏപ്രിൽ മാസം 16 മുതൽ 17 വരെ കോൺഗ്രസിന്റെ ഔദ്യോഗിക ചാനൽ കണ്ണടപ്പിച്ചു. ഈ പാടിന്റെ പുറകിൽ ഒരുപാട് കഥകളുണ്ടല്ലേ ഈശോ മറിയ ഔസേപ്പേട്ട. ജീവിതകാലം മുഴുവൻ സമരസഖാവായ കോടിയേരി ബാലകൃഷ്ണൻ മരിച്ചപ്പോൾ വിദേശത്തേക്ക് വിനോദയാത്ര പോയ ആളുടെ പേര് പിണറായി വിജയൻ. പിണറായി വിജയന്റെ പ്രയോറിറ്റി എന്തായിരുന്നു? കോടിയേരി ഇവിടെ മരിച്ചു കിടക്കുമ്പോൾ സ്വന്തം കുടുംബവുമായി വിനോദയാത്ര നടത്തലായിരുന്നോ പിണറായി വിജയന്റെ പ്രയോറിറ്റി? എല്ലാ പ്രയോറിറ്റിയും ചർച്ച ചെയ്യപ്പെട്ടിരുന്നേ. ഇവിടെ അല്ലല്ല, ഒരു കാര്യമല്ല. ഇവിടെ പിണറായി വിജയന്റെ പ്രയോറിറ്റിയെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോ ജയിക്കും മിണ്ടാതിരിക്കേ. ജയിക്ക് ഇവിടെ ഞാൻ പറഞ്ഞത് 5-15 വെച്ച് കളിച്ചില്ലേ? 5-15 വെച്ച് കളിച്ചില്ലേ? ഞാൻ മിണ്ടിയോ? 5-15 വിളിച്ച് കളിച്ചില്ലേ? ഞാൻ മിണ്ടിയോ? എവിടെ ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. അവിടെ 5 പേർ മരിക്കുമ്പോ ഒരു മരണ വീട്ടിൽ പോലും ചിലപ്പോ 5 കൂട്ടം കറികളൊക്കെ ഉണ്ടാവുന്നേ. ഒരു സാമ്പാറും പപ്പടവും അച്ചാറും ഒക്കെ മരണ വീട്ടിൽ പോലും ഉണ്ടാവും. ഇവിടെ അദ്ദേഹം പറഞ്ഞു 7 കൂട്ടം കറികളുള്ളോ. വളരെ കൃത്യമായി വെറുപ്പ് ഉൽപ്പാദിപ്പിക്കാൻ ശ്രമിക്കുക. ഒരു കാര്യം മനസ്സിലാക്കണം, ഈ തടി മണ്ണോ മാത്രം പോരാ, മൂള വേണം. 5 പേർ മരിച്ചപ്പോ 15 കൂട്ടം കറികളുമായി ആസൂത്രിതമായി ആഘോഷിക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രമിക്കുന്നു എന്ന് പറയുന്ന വെറുപ്പുൽപാദനമാണ് ജയിക്ക് നടത്തുന്നത്. വീട്ടിലേക്ക് ക്ഷണിക്കുമ്പോ 10 കൂട്ടം കറി മാറ്റി വെക്കാൻ പറയാൻ പറ്റുമോ? നമ്മളിവിടെ തുണിയിലാണ്ട് വെക്കണം. 5 പേർ മരിച്ചു എന്ന് പറയാൻ കഴിയുമോ ജയിക്കാൻ? ആർക്കും പറ്റും. ഒന്നൊന്നുമല്ല, എന്താണ് കരുതി കൂട്ടി വെറുപ്പുണ്ടാക്കുന്നത്, ആളുകളുടെ തെറ്റിദ്ധാരണ പരത്തുന്നത്? ഇവിടെ 5 പേർ മരിച്ചു, അന്ന് മുഖ്യമന്ത്രി 15 കൂട്ടം കഴിക്കരുത്, ഒരു 10 മാറ്റി വെക്കൂ എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിക്ക് ആ തീന്മേശയിൽ ഇരിക്കാൻ പറ്റും? പറഞ്ഞത് കേട്ടോടാ,
അന്തസ് വേണോടാ അന്തസ്. CPM-ന്റെ ഏതെങ്കിലും ഒരു നേതാവ് മരണപ്പെട്ട ദിവസം കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി സഖാവ് പിണറായി എവിടേക്കും പോയിട്ടില്ല. അത് ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എനിക്കത് ഓർമ്മയില്ല. വിനോദിനെ അവർ പറഞ്ഞില്ലേ അത് നിഷേധിക്കപ്പെട്ടു, അവർക്ക് വിഷമം ഉണ്ടാക്കിയെന്ന്. എവിടെ പോയി പ്രയോറിറ്റി? നീ അറിഞ്ഞ ഏതെങ്കിലും ഒരു ദുരന്തത്തെ കാണുന്നത് എത്രയോ സാധാരണക്കാർ പാവങ്ങൾ നിസ്സഹായ മനുഷ്യർ അവരല്ലേ ഈ ദുരന്തത്തിനിരയായിട്ടുള്ളത്. നൂറുകണക്കിന് വരുന്ന മനുഷ്യർ പെരുമ്പാമ്പ് വിഴുങ്ങി അവന്റെ തലയില് ആയിരക്കണക്കിന് കുടുംബങ്ങൾ ഇവർ ഇരകളാക്കപ്പെട്ട ഒരു ദുരന്തത്തിന്റെ മുമ്പിൽ സ്വകാര്യ മുതലാളികളുടെ ജൂലൈ ഉദ്ഘാടനം ചെയ്ത് ആഡംബര സജ്ജീകരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ചിത്രം വന്നപ്പോ ഞാൻ സ്വാഭാവികമായി ചോദിച്ചു, നിങ്ങളുടെ രാഷ്ട്രീയത്തിൽ പ്രയോറിറ്റി ആർക്കാണ്? നിങ്ങളുടെ സാമൂഹ്യ ക്രമത്തിൽ കാണിച്ചാൽ പോരാ, പിന്നെ എന്താ ഉരുണ്ട് കളിക്കാൻ? സാധാരണക്കാരായ മനുഷ്യർക്കാണോ, അവരുടെ ദുരിതത്തിനാണോ, അവരുടെ ദുരന്തത്തിനാണോ, അതോ സ്വകാര്യ മുതലാളികളുടെ സ്വർണ്ണക്കടയും അതിനോടൊപ്പം അനേകം വിഭവങ്ങളുള്ള ആഡംബര സദ്യയുമാണോ നിങ്ങളുടെ പ്രയോറിറ്റി, നിങ്ങളുടെ മുൻഗണന? ആ ചോദ്യത്തിന് അങ്ങേക്ക് മറുപടിയില്ലല്ലോ. ആ ചോദ്യത്തിന് അങ്ങേക്ക് മറുപടിയില്ലല്ലോ. എന്നെ അപമാനിക്കരുത്. ഭരണത്തിന്റെ ഇടനാഴികളിൽ ഇന്ന് വരെ ആരും എന്നോട് ഇങ്ങനെ ഇടപെട്ടിട്ടില്ല. ഞാൻ ഇത്രമേ പറഞ്ഞുള്ളൂ, ഞാൻ ഇത്രയേ ചോദിച്ചുള്ളൂ. നിങ്ങളുടെ രാഷ്ട്രീയത്തിൽ, നിങ്ങളുടെ സാമൂഹ്യ ചിന്തകളിൽ നിങ്ങൾ ആർക്കാണ് മുൻഗണന കൊടുക്കുന്നത്? എന്നെ കൊണ്ടൊന്നും കൂട്ടിയേ കൂടില്ല, നല്ല പ്രായണ്ടല്ലേ, വല്ല പണിക്ക് പോയി. കേരളത്തിൽ അനേകം ആളുകൾ മരണപ്പെടുന്നു. ആ ചുരുങ്ങിയത് 8 പേർ അന്ന് മരണപ്പെട്ടു. 8 പേർ ഒരൊറ്റ ദിവസം കേരളത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ മരണപ്പെടുന്ന സമയത്ത് സ്വകാര്യ ജ്വല്ലറിയുടെ ഉദ്ഘാടനത്തിൽ പങ്കെടുത്ത് ഈ കഥനക്കാരനെന്ന് ഞാൻ കൊല്ലുള്ളൂ. നീയേ കുറെ നാളായി കഥനയായിട്ട് നടക്കണം. ദുസ്മേരവദനായി ചലച്ചിത്ര താരത്തെയും കൂട്ടി നിർത്തി ചിത്രമെടുത്ത് അതും കഴിഞ്ഞ് ആഡംബര സദ്യയുണ്ട ആഘോഷിക്കാൻ വേണ്ടി പൊന്നാനി MLA-യുടെ വീഡിയോ ദൃശ്യത്തിന്റെ പിന്തുണയോടുകൂടെ നടത്തപ്പെടുന്ന കാര്യങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ ഏത് മലയാളിയും ചോദിക്കില്ലേ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, നിനക്ക് വല്ലതും മനസ്സിലായെന്തോ? ഒരു പിടിയുമില്ല. നിനക്കോ? കോട്ടയത്തും തിരുവനന്തപുരത്തും മുതലപ്പുഴയിലും കുട്ടനാട്ടിലുമൊക്കെ ആയിരക്കണക്കിന് കുടുംബങ്ങൾ ദുരിതത്തിലകപ്പെടുമ്പോ നിങ്ങൾ ആർക്കും മുൻഗണന കൊടുത്തു? പിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിചാരം. ഇതൊരു സ്വാഭാവിക ചോദ്യമല്ലേ? ആ ചോദ്യത്തിന് അങ്ങേക്ക് മറുപടിയില്ലല്ലോ. എന്തായിരുന്നു പിണറായിയുടെ പ്രയോറിറ്റി? അത് പറയും ജയിക്കേ. അതിപ്പോഴും അങ്ങേക്ക് പറയാൻ പറ്റുന്നുണ്ടോ? മനസ്സിലായില്ല. മനസ്സിലാക്കാൻ നിന്റെ പാർട്ടിക്കാരെ പോലെ തന്നെ നിനക്കും കുറച്ച് ടൈം എടുക്കും. ജീവിതകാലം മുഴുവൻ സമരസഖാവായിരുന്ന കൊടിയേരി ബാലകൃഷ്ണൻ മരിച്ചു കിടക്കുമ്പോൾ അദ്ദേഹത്തിന് അർഹിക്കുന്ന ആദരവോട് നിഷേധിച്ച് അവിടെ വിദേശത്തേക്ക് വിനോദയാത്ര പോയ ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചോ. അങ്ങനെ നിങ്ങൾ ജീവിക്കാൻ ഞങ്ങൾ സമ്മതിക്കൂല. സമ്മതിക്കോ? ഇല്ല. അന്നത്തെ മുഖ്യമന്ത്രിയുടെ പ്രയോറിറ്റി അതിനെക്കുറിച്ച് അങ്ങോട്ട് അഹമ്മദില്ലേ അവൻ കാണിച്ചത്? നാലാളറിയിട്ട് അവൻ മഹാ തെമ്മാടിയാണെന്ന്. അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.